എന്താ മോനെ എക്സാം ആയില്ലേ? നമുക്കൊരു കിടിലം ക്വസ്റ്റ്യൻ പഠിച്ചാലോ? വെൽക്കം ബാക്ക് ടു സൈലം, ഇറ്റ്സ് മീ വിജയാർ. മക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പരീക്ഷ എടുക്കാറായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് ക്ലാസ് കണ്ടിട്ട് നല്ല കിടിലമായിട്ട് പഠിച്ചോളാം. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറക്കാതെ തന്നെ ക്ലാസ് കാണുന്നതിന് മുന്നേ ലൈക്ക് ചെയ്ത്, അതോടൊപ്പം തന്നെ നിങ്ങൾ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്തോളാം, ക്ലാസ്സിന്റെ താഴെ ലിങ്ക് ഇതുണ്ട് നമ്മുടെ കമന്റ് സെക്ഷൻ. ആ കമന്റ് സെക്ഷനിൽ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കേട്ടിട്ടാണ് നമ്മൾ വീണ്ടും ഓരോ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പൊ ഇനി സമയം കളയണ്ട, നമുക്ക് വേഗം അടുത്ത ആ ഒരു ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ കാണാം, ഇതാണ് ക്വസ്റ്റ്യൻസ് ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് എങ്ങനെയാ ചെയ്യാതെ. ഇതൊരു ഇക്വേഷൻസ് അഥവാ സമവാക്യങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. ഓക്കെ, മുഴുവൻ കാണണേ. ദ ക്വസ്റ്റ്യൻ നോക്കും. ദ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 4 സെന്റിമീറ്റർ മോർ ദാൻ ബ്രെഡ്ത്ത്. അല്ലേ, ഇവരെന്തൊക്കെ പറയുന്നുണ്ട്, എന്താ നോക്കാം. 4 സെന്റിമീറ്റർ മോർ ദാൻ ബ്രെഡ്ത്തിനേക്കാൾ 4 സെന്റിമീറ്റർ കൂടുതലാണ് നമ്മുടെ ലെങ്ത്. പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ ഈസ് 32 സെന്റിമീറ്റേഴ്സ്. ഇഫ് ദ ബ്രെഡ്ത്ത് ഈസ് എക്സ്, ദെൻ വാട്ട് ഈസ് ലെങ്ത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. ചോദ്യം പറയുന്നുണ്ട്, ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ 4 സെന്റിമീറ്റർ കൂടുതലാണ് ചതുരത്തിന്റെ ചുറ്റളവ്. പെരിമീറ്റർ എത്രയാണ്? 32 ആണ്. വീതി എക്സ് ആയാൽ നീളം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോ നിങ്ങൾ ബോധം കെട്ട് വെക്കണ്ട. ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കോ, എക്സും വൈയും നിങ്ങളെ പേടിപ്പിക്കുന്ന സംഭവമല്ല, അത്രയും വലിയ ബുദ്ധിമുട്ടുള്ള സാധനമല്ല. കേട്ടോ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ചോദ്യത്തിൽ നിന്ന് ഒരു ഇക്വേഷൻസ്, ഒരു സമവാക്യം രൂപീകരിക്കണം. ആദ്യം ഇവിടെ ചോദ്യത്തിൽ ഇവർ പറയുന്നുണ്ട്, ഇഫ് ദ ബ്രെഡ്ത്ത് ഈസ് എക്സ്, അതായത് വീതി എക്സ് ആയാൽ നീളം എത്ര? ഇവർ ചോദ്യത്തിൽ തന്ന ഈ ഡാറ്റ കണ്ടില്ലേ, ആ ഡാറ്റ പ്രകാരമാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ കാണിച്ചാൽ എന്താ സംഭവം, എന്താ? ദ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 4 സെന്റിമീറ്റർ മോർ ദാൻ ബ്രെഡ്ത്ത്. ബ്രെഡ്ത്ത് എന്താണ്? ലെങ്ത് എന്താണ്? ബ്രെഡ്ത്തിനേക്കാള് 4 കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ബ്രെഡ്ത്ത് ആണ് എക്സ് എടുക്കാൻ പറഞ്ഞത് അല്ലേ. അപ്പൊ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വീതിയാണ്. വീതി അതായത് ബ്രെഡ്ത്ത് നമ്മൾ എന്ത് എടുക്കാം? എക്സ് കൊടുത്താൽ മക്കൾ മനസ്സിലാക്കി വെച്ചോ, ഈ ബ്രെഡ്ത്തിനേക്കാളി 4 കൂടുതലാണ് നമ്മുടെ ആരുള്ളത്? നമ്മുടെ നീളം ഉള്ളത് അല്ലെ. നീളം അതായത് ലെങ്ത് ഉള്ളത്. റെഡിയാണോ? ആ 4 കൂട്ടിയാൽ മതി. അപ്പൊ എക്സിനോട് ഒരു 4 അങ്ങോട്ട് കൂട്ടുക. സെറ്റ് അല്ലേ? ഒന്നുമില്ല, ഇവര് പറയുന്നുണ്ട് 4 കൂടുതലാണ്. ആരുടെ? വീതിയേക്കാൾ 4 കൂടുതലാണ് നീളം. അതുകൊണ്ട് എക്സ് വീതി എക്സ് എടുത്താൽ നമ്മൾ 4 കൂട്ടുക. ബ്രെഡ്ത്ത് അല്ലേ, 4 കൂട്ടുക. ബ്രെഡ്ത്ത് എക്സ് എടുത്താൽ 4 കൂട്ടി. സെറ്റ് അല്ലേ? ഇനി നോക്കാം, ഇവർ പറയുന്നത് എന്താ അറിയാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി, x+4 ആണ്. റെഡിയാണല്ലോ. ഇനി ചോദ്യം എന്താ? ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിൾ. ഈ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടണമെങ്കിൽ ഒരു പരിപാടി ഉണ്ട് മക്കൾ, മനസ്സിലാക്കി വെച്ചോ. ആദ്യം ഞാൻ പുതിയൊരു പേജ് എടുക്കുന്നുണ്ടേ. പുതിയൊരു പേജ് എടുത്തതിന് ശേഷം ഞാൻ ചെയ്യുന്നത് നോക്കട്ടോ. ഇവിടെ അവർ കൃത്യമായിട്ടൊരു സാധനം പറയുന്നുണ്ട്. പെരിമീറ്റർ എത്രയാന്ന് പറയുന്നുണ്ട്? 32 ആണ്. ചതുരത്തിന്റെ ചുറ്റളവ് 32 ആണ്. എടാ മക്കളെ, 32 ആണ് ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം, മക്കൾ മനസ്സിലാക്കി വെച്ചോ. ചതുരത്തിന്റെ ചുറ്റളവ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. ചുറ്റളവ് എന്താണ്? ഞാൻ ഇതൊന്ന് ചെറുതാക്കിക്കോട്ടെ കേട്ടോ. ഓക്കെ, ഇതൊന്ന് ചെറുതാക്കി. ഓക്കെ, ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിമീറ്റർ. പെരി അൽഫാമല്ല, പെരിമീറ്റർ എത്രയാ തന്നത്? 32 അല്ലേ. നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചോ, എത്രയാണോ നമ്മുടെ പെരിമീറ്റർ, അതായത് ചുറ്റളവ്, അതിന്റെ നേരെ പകുതി ആയിരിക്കും ആരുണ്ടാവുക എന്നറിയോ? നീളവും വീതിയും കൂട്ടിയാൽ ഉണ്ടാവുക. അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. അതായത് നീളം പ്ലസ് വീതി എന്ന് പറഞ്ഞാൽ, അതായത് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ 32ന്റെ പകുതി ആയിരിക്കും. 32ന്റെ പകുതി എത്രയാണ്? 16. ഈ ഒരു ഐഡിയ തലക്കുള്ളിൽ കയറ്റി വെക്കട്ടാ. ഒന്നുമില്ല, എത്രയാണോ പെരിമീറ്റർ ചുറ്റളവ് അതിന്റെ പകുതി എടുക്കുക. ശരിക്കും എന്താ കോൺസെപ്റ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താ അറിയാലോ? 2 × നീളം പ്ലസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് വീതി. അത് എത്രയാണ് തന്നിട്ടുണ്ടല്ലോ? 32. ആ 32ന്റെ അടുത്തേക്ക് ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ ബൈ ആകുകയാണ്. ഇൻറ്റു 2 ഇങ്ങോട്ട് പോകുമ്പോൾ ബൈ ആകുകയാണ്. അപ്പൊ 32/2 ആകും. നീളം പ്ലസ് വീതി, ദാറ്റ് ഈസ് 16. അതാണ് ഈ സാധനം. നിങ്ങൾ അങ്ങനെ പഠിച്ചു നോക്ക് മക്കൾ, മനസ്സിലാക്കി വെച്ചു. എത്രയാണോ ചുറ്റളവ് പെരിമീറ്റർ
അതിന്റെ പകുതി ആയിരിക്കും നീളവും വീതിയും കൂട്ടിയാൽ ഉണ്ടാവുക. അപ്പൊ നീളം പ്ലസ് വീതി അല്ലെ, നീളം പ്ലസ് വീതി എത്രയാണ്, ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയാടാ, ആ 32 ആയതിന്റെ പകുതി. ഇപ്പൊ 40 ആണെങ്കിലോ നമ്മുടെ ചുറ്റളവ് പകുതി ആയിരിക്കും നീളം വീതി 20. റെഡിയല്ലേ? അതുപോലെ ഇപ്പൊ 50 ആണെങ്കിലോ അതിന്റെ പകുതി ആയിരിക്കും, അതായത് 25 ആയിരിക്കും. സെറ്റ് അല്ലേ? അത്രേ ഉള്ളൂടാ. ഇനി നമുക്കൊന്ന് ചെയ്യാം, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം അല്ലെ. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? നീളം നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിക്കണം. നീളം നമ്മൾ എന്താ എടുത്തത്, x+4. അപ്പൊ ഈ നീളത്തിന് പകരം ലെങ്ത്തിന് പകരം x+4 പ്ലസ് ഈ വീതിക്ക് പകരം നമ്മൾ എന്താ കൊടുക്കുക, പറ. നമ്മൾ വീതി ബ്രെഡ്ത്ത് എന്തായിട്ട് എടുത്തത്, x. റെഡി അല്ലേ? ഓക്കെ, ഒന്നുമില്ല. നീളം നമ്മൾ x+4 ആണ് എടുത്തത്, വീതി എന്താണ്, നമ്മൾ x ആണ് എടുത്തത്. അപ്പൊ അത് രണ്ടും കൂട്ടിയതാ, ഇത് നമ്മുടെ നീളം, ഇത് നമ്മുടെ വീതി, അത് തമ്മിൽ കൂട്ടുക. അപ്പൊ എത്ര കിട്ടും, അപ്പുറത്ത് 16. മക്കളെ ഇത് ചെയ്താൽ മതി. ഇത് ചെയ്യാൻ സിമ്പിളാ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു x ഇവിടെ ഉണ്ട്, ഒരു x ഇവിടെ ഉണ്ട്, 2x കേട്ടോ. 2x ഇവിടുത്തെ +4 അങ്ങനെ തന്നെ എഴുതുക, അപ്പുറത്ത് 16. സെറ്റ് അല്ലേ? ഇതാ കണ്ടോ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്ക്, ഈ എക്സിനാണ് ഒറ്റയ്ക്കാക്കിയാൽ മതി, ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് പറഞ്ഞേക്കാം. ഇവിടെ ഈ +4 ഇങ്ങോട്ട് പോയി, +4 അങ്ങോട്ട് പോകുമ്പോൾ -4 ആയിട്ട് മാറും കേട്ടോ. അപ്പൊ എങ്ങനെയാ ഇത് മാറി വരിക, 2x = 16 - 4. അപ്പൊ അവിടേക്ക് എത്തിയപ്പോ മൈനസ് ആയിട്ടോ. ഓക്കെ, അപ്പൊ 2x = 16 4 പോയാൽ 12. അപ്പൊ 16 4 പോയാൽ 12 വരെ കിട്ടി. ഇനി എക്സിനെ കിട്ടാൻ സിമ്പിൾ ആണ് മക്കളെ. ദാ *2 ആണ് കേട്ടോ. അത് ഇവിടെ 2 × x ആണ്, അതുകൊണ്ട് *2 ഇങ്ങോട്ട് പോയി, താഴത്ത് പോയി. അപ്പൊ എന്ത് വരും, പറ. അപ്പൊ x = 12/2 ബൈ ആകും കേട്ടോ. അപ്പൊ എക്സിന്റെ വില എത്രയാടാ, 12ന്റെ പകുതി 6 അല്ലേ? നമ്മുടെ ഉത്തരം ഒരേ പൊളി, x 6 കിട്ടി. പക്ഷെ നീളം വീതിയും കാണാനാ പറഞ്ഞത്. അപ്പൊ നീളം വീതിയും കാണണമെങ്കിൽ നമ്മൾ ലെങ്ത് എന്തായിട്ട് എടുത്തത് അറിയാലോ. അതുപോലെ ബ്രെഡ്ത്ത് എന്തായിട്ട്, അതായത് വീതി എന്തായിട്ട് എടുത്തത്, വീതി നമ്മൾ x ആയിട്ടായിരുന്നു അത് എടുത്തത്. എക്സിന്റെ വില അപ്പൊ കിട്ടിയത് എത്ര, എക്സിന്റെ വില 6. അപ്പൊ വീതിയാണ്, അതായത് ബ്രെഡ്ത്ത് ആണ് 6 സെന്റിമീറ്റർ. ലെങ്ത് എത്രയാ, നീളം എത്രയാ മക്കളെ, എക്സിനോട് 4 കൂട്ടാം. അപ്പൊ എങ്ങനെ ചെയ്യണം, എക്സിനോട് ഒരു 4 കൂട്ട്. എക്സ് നമുക്ക് കിട്ടിയില്ലേ, 6. അപ്പൊ 6നോട് 4 കൂട്ടിയാൽ മതി. ഇതേ നമ്മുടെ ഉത്തരം ഒരേ പൊളി സെറ്റ്. നീളം 10 സെന്റിമീറ്ററും വീതി ബ്രെഡ്ത്ത് 6 സെന്റിമീറ്ററും ആയിരിക്കും. സെറ്റാണോ? ഐഡിയ കത്തിയണെങ്കിൽ എന്നാ ഇത് ചെയ്യ്, സിമ്പിളാ, വേഗം ചെയ്യാം. ഇനി സമയം കളയണ്ട. ദാ കണ്ട ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ 4 സെന്റിമീറ്റർ, സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ചതുരത്തിന്റെ ചുറ്റളവ് 84 ആണ്, നീളം വീതിയും കൂട്ടിയാൽ എത്രയാണ്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പോലെ തന്നിക്കുന്നത്. നേരത്തെ പോലെ പറഞ്ഞ വീതി x എടുക്കുന്നത് നീളം എത്രയാന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഇവിടെ ചോദിച്ചെന്താ, നീളം വീതിയും കൂട്ടിയാൽ എത്ര മക്കളെ, നീളം പ്ലസ് വീതി, ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് കിട്ടിയ അല്ലെങ്കിൽ ചോദ്യത്തിൽ തന്ന പെരിമീറ്റർ ചുറ്റളവ് 84 അല്ലേ, അതിന്റെ പകുതി ആയിരിക്കും നീളവും വീതിയും കൂട്ടിയാൽ ഉണ്ടാവാം. 84ന്റെ ഹാഫ് എത്രയാണ്, 42 അല്ലേ. അപ്പം ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയാ വരിക, 84ന്റെ ഹാഫ്, ദാറ്റ് ഈസ് 42. അപ്പൊ 42 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. ഇനി ഈ ചോദ്യം വെച്ചിട്ട് നമുക്കൊരു ഡാറ്റ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ എങ്ങനെ ഡാറ്റ ഉണ്ടാക്കിയെടുക്കാന്ന് ഞാൻ കാണിച്ചുതരാം. ഇവിടെ ഓൾറെഡി നമുക്ക് കിട്ടിയൊരു സാധനമൊക്കെ ഉണ്ട്. അതിനു മുമ്പ് ഞാൻ ഒരു ചോദ്യത്തിൽ തന്ന സാധനങ്ങൾ നമുക്ക് നോക്കി നോക്കാം അല്ലെ. എന്താ പറയണേ, നീളം വീതിയേക്കാൾ 4 സെന്റിമീറ്റർ കൂടുതലാണ്. ഏറ്റവും കുറവ് ഏതാണുള്ളത്, നീളം വീതിനേക്കാൾ 4 കൂടുതൽ എന്ന് പറഞ്ഞാൽ വീതിയാണ് കുറവ്, അതായത് ബ്രെഡ്ത്ത്. അപ്പൊ ബ്രെഡ്ത്തിന് പകരം, അതായത് വീതിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, എക്സ് എന്ന് കൊടുക്കാം, കുറവായതുകൊണ്ട്. നീളം ലെങ്ത്തിന് പകരം അല്ലെ, ലെങ്ത്തിന് പകരം നമുക്ക്, അതായത് നീളത്തിന് പകരം എന്ത് കൊടുക്കാം, അപ്പം ഒരു 4 കൂടുതൽ എന്നല്ലേ പറയുന്നത്, 4 സെന്റിമീറ്റർ മോർ എന്നാ പറയുന്നത്. അപ്പൊ എക്സിനോട് 4 കൂട്ടി. ഇതാ പരിപാടി. സെറ്റാണല്ലോ. അപ്പം വീതി ചെറുതായതുകൊണ്ട് എക്സ് എടുത്തു. ഇനി ചെറുതായാലും എങ്ങനെയാണ് എടുക്കാം, ഞാൻ ചെറുതായതുകൊണ്ട് എക്സ് എടുത്തു. വീതി എക്സ് എടുത്താൽ നീളം എത്ര വരിക, 4 കൂടുതലും. അപ്പൊ x+4. ഇവിടെ ഓൾറെഡി തന്നൊരു സാധനം ഉണ്ട്, നീളം പ്ലസ് വീതി എത്രയാണ്, നമുക്ക് കിട്ടി. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണ്, 42 ആണ്. എത്രയാ നമ്മുടെ ലെങ്ത്, നീളം പറ, x+4. ഈ പ്ലസ് അതേപോലെ ഇതാ നീളം എഴുതിയേ. അതുപോലെ വീതി എത്രയാണ്, x = 42. നേരത്തെ മാര്യം ചെയ്ത് നോക്ക്, എത്ര എക്സ് ഉണ്ട്, പറ. ഇവിടെ എത്ര എക്സ് ഉണ്ട് ചോദിച്ചിട്ടോ, 2x. അപ്പൊ 2x പ്ലസ് ഇവിടെ എത്ര ഉണ്ട്, 4, ദാറ്റ് ഈസ് = 42.
ഇനി എക്സിനെ ഒറ്റയ്ക്കാക്കിയാൽ മതി, നമുക്ക് എക്സിന്റെ വില കിട്ടും കേട്ടോ. അപ്പൊ എക്സിനെ ഒറ്റയ്ക്കാക്കുന്നതിന് മുമ്പ് ഒരു പരിപാടി നമുക്ക് ചെയ്യണം. +4 ആദ്യം പറഞ്ഞേക്കാം, ഇപ്പുറത്തെത്തി. +4 അങ്ങോട്ട് പോകുമ്പോൾ എന്തായി, -4 ആകും കേട്ടോ. അപ്പൊ 2x = 42ന്റെ അവിടെ ആര് വരും, -4. അപ്പൊ 2x = 42 4 കുറച്ചാൽ 38. ഇതേ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടാൻ പോവാണ്, എക്സിന്റെ വില കിട്ടാൻ പോവാണ്. താഴെ × 2 താഴെ പോകും, അപ്പൊ ബൈ ആവും കേട്ടോ. അപ്പൊ x = 38/2. അപ്പൊ x = 38ന്റെ പകുതി എത്രടാ, 19. ഇതേ നമ്മുടെ ഉത്തരം ഒരേ പൊളി 19 സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്റർ എഴുതിയേക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ് എന്തായിട്ടാണ് എടുത്തത്, ഇവിടെ നോക്ക്, വീതി ആയിട്ടാണ് നമ്മുടെ എക്സ് എടുത്തത്, വീതി. അപ്പൊ വീതിയാണ് എക്സ്, അപ്പൊ വീതി അതായത് ബ്രെഡ്ത്ത് ബി എന്ന് കൊടുക്കാം. അതാണ് എക്സിന്റെ വില 19. അതിനേക്കാൾ 4 കൂടുതലല്ലേ നമ്മുടെ നീളം, അതായത് 4 കൂടുതൽ. അപ്പൊ 19നോട് എന്ത് ചെയ്താൽ മതി, 4 കൂട്ടിയാൽ മതി. 19 + 4 23 സെന്റിമീറ്റർ. നമ്മുടെ ഉത്തരം ഒരേ പൊളി, വീതി 19, നീളം 4 കൂട്ടി 23 സെറ്റ്. റെഡിയാണോ? അപ്പൊ എന്റെ പൊന്നു മക്കൾക്ക് സെറ്റാണോ? സെറ്റാണെങ്കിൽ നമ്മുടെ പരീക്ഷയൊക്കെ തുടങ്ങിയില്ലേ, അപ്പൊ പരീക്ഷയൊക്കെ അടിപൊളിയായിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാനത് ചോദ്യം നിങ്ങൾക്ക് തന്നിട്ട് 2 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. പരീക്ഷയ്ക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആയിട്ട് പരീക്ഷയ്ക്ക് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സുകൾ, അതുപോലെ പരീക്ഷയ്ക്ക് കഴിഞ്ഞാൽ ഈ ഒരു ഇൻസ്റ്റഗ്രാം ID നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണം. വൈശാഖ് ചേർന്നാണ് ID. അപ്പോൾ അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും റീപ്ലൈ കൊടുക്കും. മാത്രമല്ല നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കാം. ഓക്കെ, പരീക്ഷ കഴിഞ്ഞാൽ എളുപ്പമായിരുന്നോ, എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷകൾ, ഈ പരീക്ഷകൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ എന്നൊക്കെ ഈ ഒരു ID നിങ്ങൾ അറിയിക്കാണ്ട് വിടരുത് കേട്ടോ. കാരണം വീണ്ടും ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓരോന്നും നിങ്ങളുടെ ഓരോ മോട്ടിവേഷൻ കാരണം നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ പ്രചോദിപ്പിക്കുന്നതിനനുസരിച്ച് ക്ലാസ്സുകൾ ഇനി ഒരുപാട് തരും. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും ഉറപ്പായിട്ടും കാണാം. ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഫീഡ്ബാക്കുകൾ കമന്റ് ചെയ്യണം, എക്സാം കഴിഞ്ഞ് അറിയിക്കണം. ബാക്കിയൊന്നും പിന്നെ പറയാനില്ല. അടിപൊളിയായിട്ട് പരീക്ഷ എഴുതണം. ഓൾ ദി ബെസ്റ്റ്.